ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ റിവിഷൻ മാരത്തോണുമായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ഭാഗത്തിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് കമ്മിറ്റിയുടെ ക്ലാസ് ഇടാമോ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ക്ലാസ് തുടർന്ന് വരുന്നുണ്ട്. പിന്നെ ചിലർ പേഴ്സണലായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ചിലപ്പോൾ എനിക്ക് മറുപടി തരാൻ പറ്റാത്തത് സമയക്കുറവ് മൂലമാണ്. ജൂലൈ 30 എക്സാം വരെ നിങ്ങളോടൊപ്പം തന്നെ ഞാനും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയക്കുറവ് മൂലമുള്ള നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമ്മൾ ഇന്ന് കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫൈനൽ ഓർ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും. ഹൂ ഈസ് ദ ഫൈനൽ ഓർ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ആൻസർ ജനറൽ ബോഡി. എന്താണ്? ജനറൽ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 27 ഡീൽസ്. സെക്ഷൻ 27 പറയുന്നത് എന്താണ്? ആൻസർ ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് അതർ ദാൻ പ്രൈമറി സൊസൈറ്റി. പ്രൈമറി സൊസൈറ്റി അല്ലാതെയുള്ള സൊസൈറ്റികളിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര വരെ ആകാം? അതിൻ്റെ കമ്മിറ്റിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര വരെ ആകാം? ആൻസർ 21. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ കമ്മിറ്റിയിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര വേണം? 7 പേര് വരെയാണ് മിനിമം നമ്പേഴ്സ്. ഇത് എത്ര വരെ ആകാം? മാക്സിമം 15 വരെ. 2 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി shall constitute a committee for a period of dash year. The general body of a society shall constitute a committee for a period of dash year. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജനറൽ ബോഡി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ 5 വർഷം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഓഫ് കമ്മിറ്റി സ്റ്റാർട്ടഡ് ഫ്രം. ഈ കമ്മിറ്റിയുടെ കാലാവധി ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ്? ആൻസർ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. എന്നാണോ ഇലക്ഷൻ നടന്നത് അന്ന് മുതലാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി തുടങ്ങുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹൂ ഹാവ് സൈൻ ദ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ദ സൊസൈറ്റി മേ അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു കണ്ടക്ട് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്. ആൻസർ എത്രയാണ്? 3 months. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ദ പേഴ്സൺ ഹൂ ഹാവ് സൈൻ ദ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ the society may appoint a committee to conduct the affairs of the society for a period of dash month. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി അതിനകത്ത് സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എത്ര നാളത്തേക്കാണ്? ആൻസർ 3 months. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫെഡറൽ സൊസൈറ്റി ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് %% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഓർ കമ്മിറ്റി. ഫെഡറൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എ ഫെഡറൽ സൊസൈറ്റി ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് %% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഓർ കമ്മിറ്റി. ആൻസർ എത്രയാണ്? 25% ആൻസർ, 25%. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓർ ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്
ഡാഷ് സീറ്റ് ഇൻ ദ കമ്മിറ്റി ഷാൽ ബി റിസർവ്ഡ് ഫോർ ദ മെമ്പർ ഹാവിംഗ് എ ഡിപ്പോസിറ്റ് ഓഫ് 10,000 ആൻഡ് എബോവ്. 10,000 രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും എത്ര സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1 സീറ്റാണ്, 1 സീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെന്റ് ദ കമ്മിറ്റി ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഇൻ ഡാഷ് സൊസൈറ്റി ഓഫ് സെയിം ടൈപ്പ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെന്റ് ദ കമ്മിറ്റി ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഇൻ ഡാഷ് സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ് മോർ ദാൻ 1. അതായത് ഒന്നിലധികം സൊസൈറ്റിയിൽ മെമ്പറായിരിക്കുന്നത് ഒരു കമ്മിറ്റിയിൽ മെമ്പറാകാനുള്ള ഡിസ്ക്വാളിഫിക്കേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെന്റ് ദ കമ്മിറ്റി ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഡാഷ് സൊസൈറ്റി ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്പ്. അടുത്തത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് മോർ ദാൻ 2. എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ ദ അപ്പോയിൻമെന്റ് ദ കമ്മിറ്റി ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഡാഷ് സൊസൈറ്റി ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്പ്. ആൻസർ മോർ ദാൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ നോട്ട് ബി ദ പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ഓഫ് മോർ ദാൻ ഡാഷ് സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. എന്താണ്? ദ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ നോട്ട് ബി ദ പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ഓഫ് മോർ ദാൻ ഡാഷ് സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. പ്രസിഡൻറ്റും ചെയർമാനും ഒക്കെ ആകുകയാണെങ്കിൽ അവർ എത്ര ടൈപ്പിലുള്ള സൊസൈറ്റിയിൽ കൂടുതൽ മെമ്പർ ആകാൻ പാടില്ല. ആൻസർ 1. ആൻസർ 1. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാറം ഫോർ മീറ്റിംഗ് ഓഫ് എ കമ്മിറ്റി ഷാൽ ബി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി. ഒരു കമ്മിറ്റിയുടെ ക്വാറം എന്ന് പറയുന്നത്, കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ക്വാറം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ എത്ര മെമ്പർ പ്രസൻ്റ് ആയിരിക്കണം. ക്വാറം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് മിനിമം നമ്പർ, ഒരു കമ്മിറ്റി കൂടാൻ വേണ്ടിയ മിനിമം നമ്പർ. അതിൻ്റെ ആൻസർ ജസ്റ്റ് അബവ് 50% ആണ്. ജസ്റ്റ് അബവ് 50%. അടുത്ത ക്വസ്റ്റ്യൻ, ക്വാറം ഓഫ് ദ കമ്മിറ്റി ഡീൽസ് ഇൻ സെക്ഷൻ. കമ്മിറ്റിയുടെ ക്വാറവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 28 സബ്സെക്ഷൻ 5, 28 സബ്സെക്ഷൻ 5. അടുത്ത ക്വസ്റ്റ്യൻ, there shall be reserved in the committee of every society dash seat for women and dash seat for a member belong to SC/ST. ഒരു കമ്മിറ്റിയിലെ മെമ്പർ അതിൽ എത്ര സീറ്റാണ് വനിതകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്, എത്ര സീറ്റാണ് SC/ST കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. വനിതകൾക്ക് വേണ്ടി 3 സീറ്റും SC/STയിലുള്ള ആൾക്കാർക്ക് വേണ്ടി 1 സീറ്റുമാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a person nominated to the committee of a society shall hold the office for a period of. ഒരു കമ്മിറ്റിയിലേക്ക് ഒരു പേഴ്സണെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നോമിനേറ്റഡ് പേഴ്സൻ്റെ കമ്മിറ്റിയിലെ കാലാവധി എന്താണ് പറഞ്ഞേക്കുന്നത്? ദ പ്ലഷർ ഓഫ് ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. എന്താണ്? ദ പ്ലഷർ ഓഫ് ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ഡീൽസ് ഇൻ സെക്ഷൻ. പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ റിമൂവൽ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് റിമൂവൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 28AB. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഷാൽ റിമൂവ് ഫ്രം ഓഫീസ് ദ വൈസ് പ്രസിഡന്റ് ഓർ ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി ഓൺ നോൺ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവരെ പുറത്താക്കാൻ പറ്റുന്നത് ആർക്കാണ്? ആൻസർ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പർ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് വരെ ആകാം? ആൻസർ നോട്ട് മോർ ദാൻ 3. നോട്ട് മോർ ദാൻ 3. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഏത് റാങ്കിൽ കുറയാത്തയാളായിരിക്കണം? ആൻസർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്തയാളായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ഫ്രം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന് അവരുടെ റാങ്ക് ഏതായിരിക്കണം? ആൻസർ അഡീഷണൽ രജിസ്ട്രാർ. അഡീഷണൽ രജിസ്ട്രാറിൽ കുറയാത്ത ഒരാളായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഫോർ എ പീരീഡ് ഓഫ്.
ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് എത്ര നാളത്തേക്കാണ്? ആൻസർ 5 years or 62 years ഏജ് വിച്ച് എവർ ഈസ് ഏർലിയർ. 5 വർഷമോ 62 വയസ്സോ അതിലേതാണ് ആദ്യം വരുന്നത് അതായിരിക്കും അവരുടെ കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് മേ ഫിക്സ് ദ ഫീസ് ഓർ കോസ്റ്റ് ഫോർ ഇലക്ഷൻ പ്രോസസ്. ആരാണ് ഇലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഫീസ് അല്ലെങ്കിൽ കോസ്റ്റ് തീരുമാനിക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് വിത്ത് കൺസൾട്ട് വിത്ത് ആരുമായിട്ടാണ്? രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഡാഷ് ഡെലിഗേറ്റ് ദ എംപ്ലോയീസ് ഓഫ് ഗവൺമെന്റ് ടു അസിസ്റ്റ് ദ കമ്മീഷൻ. ആൻസർ രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഹെൽഡ് വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ് ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം എ ജനറൽ ബോഡി മീറ്റിംഗ് എന്താണ് നടക്കേണ്ടത്? എത്ര നാളിനകമാണ്? ആൻസർ 6 മാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ആനുവൽ ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മേ സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്യാനുള്ള പവർ ഉള്ളത് ആർക്കാണ്? ആൻസർ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, രജിസ്ട്രാർ അപ്പോയിന്റ് അഡ്മിനിസ്ട്രേറ്റർ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ് അറ്റ് എ ടൈം. ഒരു രജിസ്ട്രാറിന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് എത്ര മാസത്തേക്കാണ്? ആൻസർ 6 months. അടുത്ത ക്വസ്റ്റ്യൻ, രജിസ്ട്രാർ മേ അപ്പോയിന്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഇഫ് ദ കമ്മിറ്റി ഫെയിൽസ് ടു ഹോൾഡ് ഇറ്റ് ജനറൽ റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ ഡാഷ് മന്ത്. ഒരു കമ്മിറ്റിക്ക് എന്താണ് 6 മാസത്തേക്ക് അതിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് ഇൻഡിവിജ്വൽ. ഒരു അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിക്കകത്ത് എത്ര ഇൻഡിവിജ്വൽസിൽ കൂടാൻ പാടില്ല? നോട്ട് മോർ ദാൻ 3 individuals. നോട്ട് മോർ ദാൻ 3 individuals. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ രജിസ്ട്രാർ ഷാൽ അണ്ടർ ദ കൺട്രോൾ ഓഫ്. രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ആരുടെ അണ്ടറിലായിരിക്കും? ആൻസർ ആരായിരിക്കും? രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കമ്മിറ്റി refuses to hand over the charge of records to administrator with the previous sanction of the registrar applying to dash for securing records. ഈ കമ്മിറ്റി ആരുടെ മുമ്പിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ വന്ന് റെക്കോർഡ്സ് ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് കമ്മിറ്റി ഇത് കൊടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറിൻ്റെ പവർ എന്താണ്? പ്രയർ സാങ്ഷനോട് കൂടി അല്ലെങ്കിൽ പ്രീവിയസ് സാങ്ഷനോട് കൂടി ആരോട് പരാതിപ്പെടാം അല്ലെങ്കിൽ ആരെ ചുമതലപ്പെടുത്താം? ആൻസർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നമുക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് രജിസ്ട്രാറിൻ്റെ പ്രീവിയസ് സാങ്ഷനോട് കൂടി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കെന്നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക്. അടുത്തത്, ഫോർ സെക്യൂറിംഗ് റെക്കോർഡ്സ് മജിസ്ട്രേറ്റ് ഓതറൈസ്ഡ് എനി പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. എന്താണ് ഈ കമ്മിറ്റി ഈ പറഞ്ഞ റെക്കോർഡ്സുകളൊക്കെ കൊടുക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന പോലീസ് ഓഫീസറുണ്ട് ഈ റെക്കോർഡ്സൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന് കൊടുക്കാനെന്നും പറഞ്ഞ് ആ പോലീസ് ഓഫീസറിൻ്റെ റാങ്ക് ഏതിൽ കുറയാത്തതായിരിക്കണം? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗവൺമെൻറ് ഓർ എനി അതോറിറ്റി ഷാൽ ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് നോട്ട് മോർ ദാൻ ഡാഷ് പേഴ്സൺ ടു കമ്മിറ്റി ഓഫ് ആൻ അസിസ്റ്റഡ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ഗവൺമെൻറ് ഓർ എനി അതോറിറ്റി, ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതോറിറ്റിക്കോ ഒരു അപ്പെക്സ് സൊസൈറ്റിയിലോ സെൻട്രൽ സൊസൈറ്റിയിലോ ഒരു അസിസ്റ്റഡ് സൊസൈറ്റിയിലോ എത്ര ആൾക്കാരിൽ കുറയാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും? ആൻസർ 2. എത്രയാണ് ആൻസർ? നോട്ട് മോർ ദാൻ 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ നോമിനേറ്റഡ് ടു ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഷാൽ നോട്ട് വോട്ട് ഇൻ ദ. അതായത് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർക്ക് എവിടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല? ആൻസർ നോൺ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയം വരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ലോയുടെ മാരത്തോണുമായിട്ട് ബന്ധപ്പെട്ട് റിവിഷൻ മാരത്തോണുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ
ഒരുപാട് നീട്ടി പറയാഞ്ഞത് സമയക്കുറവ് മൂലമാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പറേറ്റീവ് ട്യൂട്ടറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. നമ്മൾ മാനേജ്മെൻറ്റ്, അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും എക്സാമിന് മുൻപായിട്ട് റിവിഷൻ മാരത്തോണിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.